ഹലോ ഹലോ പറഞ്ഞോളൂ ആശിക്കുട്ട. ഹലോ. ഓക്കെ, അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആശി? ഗിവ് അവേന്റെ വിന്നർ. അതെ, അപ്പോൾ ഇന്നൊരു പെട്ടെന്നൊരു വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 1 അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 3-4 ദിവസം മുന്നേ ഞാനൊരു ഗീവ് അവേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓണം ഗീവ് അവേ. അതായത് നമ്മുടെ ചാനൽ ഫസ്റ്റ് ഗീവ് അവേ. ഇതേവരെ ഞാൻ ഗീവ് അവേയോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗീവ് അവേസ് ഒക്കെ നടത്തണം എന്നൊക്കെ. അപ്പോഴന്ന് ഞാൻ പറയും നടത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരു തീരുമാനം എടുത്തതാണ് ഓണത്തിന് ഗീവ് അവേ എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഗീവ് അവേ ഒക്കെ സെറ്റാക്കി. അങ്ങനെ സെപ്റ്റംബർ 1 തീയതി അതിന്റെ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഇന്ന് ഞങ്ങൾ ആ ഒരു വിന്നറിനെ തെരഞ്ഞെടുത്തേക്കുവാണ്. കാരണം എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ആലോചിച്ചയ്യോ, ഞാൻ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. കാരണം ഇതേവരെ ഗീവ് അവേസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2000 കമന്റിന് അടുപ്പിച്ച് വരുന്നുണ്ട്. 2000 ആയിട്ടില്ല, ഉടനെ തന്നെ 2000 കമന്റ് ആവും. അത്രയ്ക്കും കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയാലോ, ഞാൻ ഒരു കമന്റ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ ഇടുമായിരിക്കും, പക്ഷെ ഇത്രത്തോളം റെസ്പോൺസ് ചെയ്യാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം അതിന് ആദ്യമേ ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോഴേ ഞാൻ ഇപ്പോൾ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഗീവ് അവേയിൽ വിന്നർ ആയില്ലെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആരും വിഷമിക്കരുത്. അപ്പോഴ് ഇനി ഇതുപോലത്തുള്ള ഗീവ് അവേസ് നമ്മുടെ ചാനലിൽ ഇപ്പൊ എനിക്ക് ഇഷ്ടമായിട്ട് ഈ ഒരു ഗീവ് അവേ ചെയ്തപ്പോഴത്തേക്കും കൊള്ളാമെന്ന് തോന്നി. അപ്പോഴത്തേക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഒരു ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഗീവ് അവേസ് സെറ്റ് ആക്കാം. ഇതിപ്പോൾ ഓണം പ്രമാണിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഒരു ഗീവ് അവേ നമുക്ക് ഉടനെ തന്നെ അടുത്ത് സെറ്റ് ആക്കണം. അപ്പോഴേ ഈ പറഞ്ഞവരെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗീവ് അവേയിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ ഒരു നെയിം റിവീൽ ചെയ്യാം അല്ലേ. അപ്പോൾ തന്റെ ആളുടെ പേര് ഞാൻ തന്റെ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഈ സൈഡിൽ ഞാൻ ആളുടെ പേരും ആ കമന്റും കൊടുത്തേക്കാം. കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഒറ്റ കമന്റാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ തന്നെ ഇതാണ് ആള്. ഓക്കെ, ആളുടെ പേര് വന്നിട്ട് ഐശ്വര്യ എന്നാണ് കേട്ടോ. അപ്പൊ ഐശ്വര്യയാണ് നമ്മുടെ ഇന്നത്തെ ഗീവ് അവേയിലെ വിന്നർ എന്ന് പറയുന്നത്. അപ്പൊ ഐശ്വര്യ, എനിവേ താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. നീ ഇത്രയും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോഴും നിന്നെയാണ്, അതായത് ഞാൻ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഐശ്വര്യനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഐശ്വര്യനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, മല്ലൂസ് എക്സ്പ്രസ് എന്നാണ്. ഞാൻ താഴെ ID കൊടുക്കുന്നുണ്ട്. ആ IDയിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. പേഴ്സണൽ മെസ്സേജ് ചെയ്ത് ഞാൻ റിപ്ലൈ വരുന്ന സമയത്ത് ഞാൻ ഐശ്വര്യയ്ക്ക് ഒരു മെസ്സേജ് അയക്കും. അപ്പൊ അതുപോലെ, കാരണം എനിക്ക് കൺഫേം ചെയ്യാനായിട്ട് കേട്ടോ, കാരണം കുറെ ഫേക്ക് IDസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് നിങ്ങളുടെ കയ്യിലാണ് എത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ സംസാരിക്കാം. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് തരാമെന്ന്. ഓക്കെ, പിന്നെ പറയാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഐശ്വര്യ നാളെ ഒരു ദിവസം കൂടി, ഇതിപ്പോൾ സെപ്റ്റംബർ 1, നാളെ സെപ്റ്റംബർ 2. അപ്പൊ നാളത്തേക്കുള്ളിൽ ഇന്ന് നാളെയായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യണം. അതല്ല ഇൻസ്റ്റാഗ്രാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇരുന്നൊരു ലോങ് വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തിരുന്നാലും മതി. കമന്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ അടിയിൽ കമന്റ് ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ കമന്റ് ഇട്ടിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാതിരിക്കരുത്. കമന്റ് ഇടണം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അതുപോലെ തന്നെ നാളത്തെ ഒരു ദിവസം ഫുൾ ഉണ്ട് കേട്ടോ, അതായത് സെപ്റ്റംബർ 2 ഫുൾ നോക്കും കമന്റ് ഇടുകയോ ഇല്ലയോ എന്ന്. അപ്പോൾ റെസ്പോൺസ് ഒന്നും വന്നില്ലെങ്കിൽ, കാരണം നമുക്കിനിപ്പോൾ ഓണത്തിന് മുന്നേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഒരാളിലേക്ക് എനിക്ക് ഇത് എത്തിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോഴ് ഓണത്തിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ നമുക്കിത് അയക്കാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അവധിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എത്തിക്കണം. അപ്പം നാളെ കൂടി ഒരു ഡേ ഉണ്ട്, മാക്സിമം മെസ്സേജ് അയക്കാൻ നോക്കുക. അപ്പോൾ നാളെ ഒരു ദിവസം ഫുൾ ഞാൻ നോക്കും കേട്ടോ. നാളെ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റന്നാളാണെങ്കിൽ സെപ്റ്റംബർ 1 2 3 3 തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ വേറെയും പേരുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ, കാരണം ഒരാൾക്ക് കൊടുക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ മാക്സിമം നാളെ തന്നെ മെസ്സേജ് അയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആളെ സെലക്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോഴേ ഞാൻ ഐശ്വര്യയുടെ മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു ഡിയർ. അപ്പോൾ ഇപ്പോഴത്തെ ഗീവ് അവേ കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട. അടുത്ത ഗീവ് അവേയിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യും. ഇപ്പോഴത്തെ ഒരു പരിമിതി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി നമുക്കിപ്പോൾ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേയിൽ ഇതുപോലെ സെറ്റാക്കിയിട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് പേരുടെ കമൻസ് കണ്ടായിരുന്നു, ഒരുപാട് പേരുടെ സ്നേഹം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. എന്നെ ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ എന്തായാലും നിൽക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് മറക്കണ്ട, ഐശ്വര്യയാണ് നമ്മുടെ വിന്നർ, ഐശ്വര്യ. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ID കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്യുക.
അപ്പം നാളെ ഒരു ദിവസവും അവിടെ ഇന്നും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുള്ളിൽ മെസ്സേജ് അയക്കാൻ മാക്സിമം നോക്കണേ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റ ത്രൂ സംസാരിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. അപ്പം മറക്കണ്ട, ഞാൻ പറഞ്ഞത് ചെയ്തേക്കാം. ദെൻ എല്ലാവർക്കും താങ്ക് യു. അഡ്വാൻസ് ഹാപ്പി ഓണം. ബൈ.